ശ്രീ സജിമോൻ ആന്റണി. ട്രംപ് എസ് പറഞ്ഞാൽ ഉടൻ യുദ്ധം എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. യുദ്ധം അവസാനിപ്പിക്കുന്ന ആളാണ് താൻ എന്ന് വീമ്പ് പറയുന്ന ട്രംപ് യുദ്ധം തുടങ്ങുന്ന ആളായി മാറുന്നതാണോ കാണാൻ പോകുന്നത്? ശ്രീ സജിമോൻ ആന്റണി, താങ്കൾ മ്യൂട്ടാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഗ്ലോബൽ പീസ് മേക്കർ ഒരു ഫേസിൽ നിന്നും ഒരു വേൾഡ് വാർ മോങ്കർ ആണോ എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ പറഞ്ഞതിന്റെ ആൻസർ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ബിൽഡപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ബിൽഡപ്പ് ഉണ്ട്. എനിക്കറിയാൻ പറ്റുന്നത് ഇവിടെ നിന്നുള്ള വിവിധ മാധ്യമ ഏജൻസികളെ നമ്മൾ ഉദ്ധരിക്കുകയാണെങ്കിൽ ഓൾറെഡി അവിടെ നമ്മുടെ USS ജെറാൾഡ് ഫോർഡ് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ റീഇൻഫോഴ്സിന് വേണ്ടിയിട്ട് അടുത്ത വലുത് എബ്രഹാം ലിങ്കൺ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട്. അതോടൊപ്പം ഏകദേശം ഖത്തർ ബേസിൽ ഏകദേശം 16ഓളം പ്ലെയിനുകളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ മീഡിയ റിപ്പോർട്ട്സിന് ഉദ്ധരിക്കുകയാണെങ്കിൽ അത് ബൂസ്റ്റപ്പ് ചെയ്ത് 29 ആക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഏകദേശം 250-ലധികം കാർഗോ പ്ലെയിൻസ്, മിലിറ്ററി കാർഗോ പ്ലെയിൻസ് ആ റീജിയനിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം യൂറോപ്യൻ യൂണിയനിലേക്കും ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു സ്ട്രാറ്റജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒന്നെങ്കിൽ ഡിപ്ലോമസിയിലൂടെ ഈ ഒരു എന്താ പറഞ്ഞത് ഒരു ധാരണ നേടാം, പ്രത്യേകിച്ച് ന്യൂക്ലിയർ ഡീലിനകത്ത് നേടാം. അത് ഉണ്ടായില്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ളൊരു സെക്കൻഡ് ഓപ്ഷനാണ് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെ, ഏത് സ്ട്രൈക്കിനും നേരെ കയറി അങ്ങ് ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ ഒരു വലിയൊരു ശക്തിയാണ്. അപ്പം ആ ഒരു സന്ദേഹവും ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടിട്ട് ബിൽഡപ്പ് വേണ്ട പോലെ ചെയ്തതിന് ശേഷം, ബാക്കപ്പ് വേണ്ട പോലെ ചെയ്തതിന് ശേഷം എല്ലാം ഇപ്പം പ്രസിഡന്റ് ട്രംപിന്റെ കയ്യിലേക്ക് എന്നുള്ള രീതിയിലാണ് ഇന്ന് നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ തവണ ഒരു 4 ദിവസം മുമ്പത്തെ ട്രംപിന്റെ ടോൺ അല്ല അഡ്മിനിസ്ട്രേഷൻ ടോൺ നോക്കുകയാണെങ്കിൽ സമാധാനത്തിന്റെ പാതയിലേക്കാണ്, ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നുള്ള വേർഷനായിരുന്നു പല ആംഗിളിൽ നിന്നും വന്നുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 ദിവസം അല്ലെ എക്സ്പെഷ്യലി ഇന്നലത്തെയൊക്കെ ടോൺ നോക്കുകയാണെങ്കിൽ അതിനൊരു വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ഒരു ടോണിന്റെ വ്യത്യാസം ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററിന്റെ വിസിറ്റ് 2-3 ദിവസം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വിസിറ്റിന് ശേഷം എനിക്ക് തോന്നുന്നത് ന്യൂക്ലിയർ ഡീല് മാത്രം പോരാ, ബാലിസ്റ്റിക് മിസൈലിന്റെ കാര്യത്തിലും ഒരു ഡീല് വേണം എന്നുള്ള കാര്യത്തിലൂടെ വാശിയുണ്ട്, അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഏതായാലും സ്ഥിതിഗതികൾ വളരെ സങ്കീർണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ തീർച്ചയായുമാണ്. അമേരിക്ക അതിന് പ്രിപ്പയർ ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായുമാണ്. ആ റീജിയനിലേക്ക് ഉള്ള ഒരു വലിയൊരു ബൂസ്റ്റ് ഇൻക്ലൂഡിംഗ് യൂറോപ്യൻ യൂണിയനിലും അതായത് മൊത്തത്തിലുള്ള ഒരു ബിൽഡപ്പ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഒരു യുദ്ധത്തിനുള്ള എല്ലാ ബിൽഡപ്പും നടക്കുന്നു എന്നതാണ് സജിമോൻ ആന്റണി അമേരിക്കയിൽ ഇരുന്ന് ഇതിനെ നോക്കി കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. ശ്രീ നിർമ്മൽ എബ്രഹാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.